മലബാറിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുണ്ട്. ആ വ്യായാമ കൂട്ടായ്മയുടെ പേര് മെക്സ് 7 എന്നാണ്. ഈ മെക്സ് 7 എന്ന വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ CPM-ഉം സമസ്ത AP വിഭാഗവും, EK വിഭാഗമല്ല AP വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മെക്സ് 7 പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നും സമസ്ത നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, AP വിഭാഗത്തെക്കുറിച്ച് പച്ചക്കളവാണ് ഈ റിപ്പോർട്ടർ ഇവിടെ പറയുന്നത്. എന്താണ് AP വിഭാഗം പറഞ്ഞത്? അതല്ലെങ്കിൽ AP വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞതെന്ന് ഇവർ തന്നെ ഇവരുടെ ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പുതിയ പുതിയ പദ്ധതികൾ, വ്യായാമം, കളരി, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവരുമായി അടുത്താൽ ഈമാൻ നശിച്ചു പോകുമെന്നാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. ഒരു ഫർദും സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. ഇത് തുറന്നു പറഞ്ഞ ആളാണ് AP മുഹമ്മദ് മുസ്ലിയാർ. അതുകൊണ്ടാണ് AP മുഹമ്മദ് മുസ്ലിയാരോട് സുന്നത്ത് ജമാഅത്തിന്റെ സ്നേഹം. അപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടു. അതായത് മെക്സ് 7-നെ കുറിച്ച് ഈ അക്ഷരം പോലും പേരോട് ഉസ്താദ് പറഞ്ഞിട്ടില്ല. പേരോട് ഉസ്താദ് പറഞ്ഞത് ജനറൽ ആയിട്ടാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പേരോട് ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിനെ ഇവിടെ മെൻഷൻ ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്തതുകൊണ്ട്. മുൻകാലങ്ങളിൽ PFI പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, ഇവരൊക്കെയും ഇവരുടെ വഹാബി ആശയം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യായാമ മുറകളെല്ലാം അവർ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവ വെളിച്ചത്തിലാണ് പേരോട് ഉസ്താദി പറയുന്നത്, എന്നല്ലാതെ മെക്സ് 7-നെ കുറിച്ചിട്ട് അല്ല, പൊതുവായിട്ടാണ് പറയുന്നത്. എന്നാൽ പേരോട് ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിനെ മെൻഷൻ ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ജമാഅത്തെ ഇസ്ലാമി മുൻപ് ഖത്തറിൽ വെച്ച് നടത്തിയ വ്യായാമ കളരിയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അസോസിയേഷന്റെ ഭാരവാഹിയായി കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. ചിലതൊക്കെ വിജയിച്ചു. അതുവരെ റൂമുകളിൽ നടന്നിരുന്ന നമ്മുടെ യോഗത്തിന് ഒരു ഹാൾ ഉണ്ടായത് അതിൽപ്പെട്ട ഒന്നാണ്. ഒരു ഹാളിൽ ഒന്നിച്ചിരിക്കാനുള്ള സംവിധാനം. ആ ഹാളിൻ്റെ മുകൾ പ്രവർത്തകരിൽ സന്നദ്ധ സംഘടന രൂപപ്പെടുത്തണം എന്ന് ചിന്തിച്ചപ്പോൾ അവർക്കൊന്നായി കളരി പരിശീലിപ്പിക്കാൻ ആ ഫ്ലാറ്റിൻ്റെ ടെറസ് ഉപയോഗപ്പെടുത്തി എന്നത് മറ്റൊന്നാണ്. മാറിയ ചിന്തകൾ, അതിനു മുൻപുണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകൾ, അത് ചിന്ത ഒരാളുടെ അടുത്ത് നിന്ന് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിൻ്റെ എല്ലാം സൽഫലങ്ങൾ ഇപ്പോഴും അസോസിയേഷൻ അനുഭവിക്കുന്നു. നമ്മുടെ വളണ്ടിയർ കോർ പണ്ടുണ്ടായിരുന്നതിൽ തന്നെ തുടരുന്നതിന് പകരം അത് നിങ്ങൾ വ്യവസ്ഥാപിതമായി ഒന്നുകൂടി പരിഷ്കരിച്ചു കൊണ്ടുവന്ന്, വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നട്ടെല്ലാണ് എന്ന ബോധ്യത്തോടു കൂടി അതിനെ പ്രവർത്തന രംഗത്തേക്ക് കുറച്ചുകൂടി കൊണ്ടുവരണം. ആവശ്യമുള്ളപ്പോൾ വിളിച്ച് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിന് പകരം അവർക്ക് നിരന്തരമായി ട്രെയിനിങ് കൊടുക്കണം. അവരിൽ നിന്ന് ഒരു ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ നിരവധി കാലത്തെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായിരുന്നു അഭിവന്ദ്യനായ O. അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യൻ എംബസിയിലും ഷെയ്ഖ് അബ്ദുള്ള അൻസാരിയുടെ ഓഫീസിലും ജോലി ചെയ്യുമ്പോഴും നാട്ടിലെത്തി മാധ്യമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടിച്ചിരുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമ. അദ്ദേഹത്തിന്റെ മോഹങ്ങൾ മീഡിയ വണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും അള്ളാഹു സാക്ഷാത്കരിച്ചു. അദ്ദേഹം ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും വിലയിരുത്തലുകളും നടത്തും. ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലികളിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത്
നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചിലവാക്കും. ഇതാണ് ചെയ്തത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉത്തമ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. ഈ സെഷനോടുകൂടി മെമ്മോറിയ ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് പേരോട് ഉസ്താദ് ജമാഅത്തെ ഇസ്ലാമിനെ മെൻഷൻ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. അവർ ഇത്തരത്തിലുള്ള വ്യായാമ മുറകളുമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. ജനങ്ങളിൽ അവരുടെ ആശയം പൊളിറ്റിക്കൽ ഇസ്ലാം കുത്തിവെക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്, എന്നല്ലാതെ മെക്സവനെ കുറിച്ചിട്ടല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു റിപ്പോർട്ടർ മൈക്കയും എടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എക്സസൈസ് ചെയ്തിട്ട് ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആ വിരോധാഭാസം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഏതായാലും വലിയ ആരോപണമാണ് ഈ അടുത്ത കാലത്ത് ഈ മെക്സവനെതിരെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് AP വിഭാഗത്തിന്റെ പേരോട് ഉസ്താദിനെ പോലെ സമസ്തയുടെ സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് ഇതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ഈമാൻ കുറയ്ക്കുന്ന പരിപാടിയാണ് എന്ന് പറയുന്നു. അതുപോലെ ഇതിനകത്ത് ജമാഅത്ത് ആശയം എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല. ഒരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ട്. ഇമാം പറഞ്ഞിട്ടില്ല. ഇല്ല, അത് കൂടിയിരിക്കുന്നു. അപ്പോ ഇതാണ് ഡോക്ടർ അരുൺ. സ്വാഭാവികമായിട്ടും ആളുകൾ തീർച്ചയായിട്ടും വിരോധാഭാസമല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക? ഒരു മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമല്ലേ കൃത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്? ഇവർ കേൾക്കുന്നത് മനസ്സിലാകാഞ്ഞിട്ടോ അതല്ലെങ്കിൽ മനസ്സിലായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇത്തരത്തിലൊരു സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു നേതൃത്വം പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതല്ലാതെ ഇവിടെ സ്പർദ്ധ വളർത്തുകയല്ല ചെയ്യേണ്ടത്. പേരോട് ഉസ്താദിന്റെ ആ പ്രഭാഷണ ശകലത്തിൽ എവിടെയാണ് മെക്സവനെ കുറിച്ച് പരാമർശിച്ചത്? ഇതിനൊക്കെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വേറെയാണ്. ഇതിനൊക്കെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, തിക്തഫലങ്ങൾ ഇത്തരത്തിലുള്ള വഹാബികൾ എല്ലാം സുന്നികളുടെ പക്ഷത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചകൾ കാത്തിരിക്കുകയാണ്, ഭൂതക്കണ്ണാടി വെച്ച് പിന്നാലെ നടക്കുകയാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ചില വഹാബികൾ. അവർ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ തീവ്രമായ ചിന്തകളെ ഇത് ഉണർത്തുക എന്നല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേട്ടം ലഭിക്കുന്നത്? അങ്ങനെ അത്തരത്തിൽ നിരവധി വീഡിയോകൾ ഇത്തരത്തിൽ പേരോട് ഉസ്താദിനെതിരെയും സുന്നികൾക്കെതിരെയും നിരവധി ആളുകൾ, പല വഹാബികളും വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു രസകരമാകുന്ന ഒരു സംഗതിയാണ്, ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അദ്ദേഹം മെക്സവനിൽ പോയിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേരോട് ഉസ്താദും AP ഹക്കീം അസ്ഹരിയും ഇവർ പരസ്പരം എതിരായിരിക്കുന്നു, ഇവരുടെ സംഘടനയിൽ ഭിന്നിപ്പുണ്ട് എന്നൊക്കെ തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അവർ പ്രചരിപ്പിക്കുകയാണ്. അത്തരത്തിൽ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അങ്ങനെ മെക്സവനിൽ പോയിട്ട് വ്യായാമം ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ ആദരണീയനായിട്ടുള്ള ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ ഒരു മെക്സവൻ ഹെൽത്ത് ക്ലബിന് ആശീർവാദം അറിയിച്ചുകൊണ്ട് 2 വാക്ക് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. എൻ്റെ അടുത്ത സുഹൃത്തും ഹാബിഗോ കമ്പനിയുടെ ഈസ്റ്റേൺ പ്രോവിൻസ് ഡയറക്ടറും മർക്കസ് നൗലത്ത് സിറ്റിയിലെ എയ്മർ B സ്കൂളിന്റെ ഡയറക്ടർ കൂടിയായ അറക്കൽ മുഹമ്മദ് സാഹിബ് എന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ നമ്മുടെ പൂനൂർക്കാർ ഇത്ര ഉഷാറാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഡോക്ടറെ കണ്ടപ്പോൾ മനസ്സിലായി പൂനൂർക്കാർ മാത്രമല്ല ഉള്ളത് എന്ന്. ആരോഗ്യമാണ് ഒരു നാടിന്റെ സമ്പത്ത്. എന്നാൽ എന്താണ് AP വിഭാഗം മെക്സവനെ കുറിച്ച് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്കൂ. ഇപ്പോൾ മെക്സവൻ ഒരു വലിയ വിവാദമായി.
പ്രത്യേകിച്ച് ആദ്യം പി മോഹൻ മാസ്റ്റർ അതിനെതിരെ പറഞ്ഞു, പിന്നീട് അതിൻ്റെ ചില ഒളിച്ചു കളികളും ഒളിച്ചു കടത്തലുകളും ഒക്കെ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. എന്താണ് മക്കീം ഉസ്താദിൻ്റെ ഈ നിലപാട്? സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ഇങ്ങനെ ഒരു പ്രത്യേക ഹെൽത്ത് ക്ലബിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും അഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. സമസ്ത അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രചാരണം നടക്കുന്നുണ്ട്. പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ചില സ്ഥലങ്ങളിൽ നവീനവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരി, കരാട്ടെ പോലുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ അതിൽ സുന്നികളെയും കൂടെ ചേർത്തുകൊണ്ട് നടത്തുകയും അതിൻ്റെ മറവിൽ ആശയപ്രചരണം നടക്കുന്നുണ്ട്, അത്തരം ചതികളിൽ പെട്ടുപോകരുത് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ജനറലാണ്. മറ്റൊന്ന്, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ തൃശ്ശൂരിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർ ട്രെയിനിങ് കൊടുക്കുകയും അതുപോലെ സ്ത്രീകളുടെ അംഗലാവണ്യങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇത്തരം ഒരു ക്ലബിൽ പോയിരുന്നു, അവളുടെ ഫോട്ടോ വിഷ്വൽ പുറത്തു വന്നു, അതിൻ്റെ കാരണം കൊണ്ട് ഭർത്താവുമായി കുഴപ്പമുണ്ടായി, അങ്ങനെ ഇനി അതിന് പോകണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും പ്രത്യേക ക്ലബിനെ കുറിച്ച് പഠിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ മെക്സവൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ CPIM ഉൾപ്പെടെ പറയുന്നത്. അത്തരമൊരു കാര്യത്തെ എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അലി ഗനാലൂർ ഇതിനെ എതിർത്തുകൊണ്ട് എഴുതുകയും അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഒരു സംഘടനയുടെ പ്രവർത്തകൻ കൂടിയാണ് എന്ന നിലക്ക് സംഘടനയിലേക്ക് അത് ചേർത്ത് വായിക്കുന്നുണ്ട്. മുഹമ്മദ് അലി ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഈ ഒരു ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ ചില ആളുകൾ, വിവിധ ആശയക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് സുന്നികൾ ബഹുദൈവാരാധകരാണ് എന്നൊക്കെ പറയുന്ന കക്ഷികൾ, അവരുടെ നേതൃത്വത്തിൽ ഇത് പലയിടങ്ങളിലും നടക്കുകയും അതിനുശേഷം അവർ സലാം പറയുക, കെട്ടിപ്പിടിക്കുക പോലുള്ള ബന്ധങ്ങളുണ്ടാക്കി ഇതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പാടില്ല. കാരണം നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയുന്നവരോട് മിനിമം സലാം പറയരുത് എന്ന് പറയുന്നൊരു ആശയം സമസ്തക്കുണ്ട്. അത് ലോകം അംഗീകരിച്ചൊരു ആശയം കൂടിയാണ്. അതിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണോ എന്നുള്ളൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇതെങ്ങനെ എത്ര പെട്ടെന്ന് വ്യാപകമാകുന്നു എന്നൊരു ചോദ്യമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നിപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് പരക്കുന്നതുണ്ടാവുകയും ചെയ്യുമല്ലോ. അതിനെക്കുറിച്ച് സമസ്ത വളരെ തെളിമയോടെ നിലപാടെടുക്കുന്നതാണ്. കാരണം മെക്സവനിലൂടെ നടക്കുന്നത് ഒരു സമസ്ത അല്ലെങ്കിൽ സുന്നി രീതിയിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഇങ്ങനെയുള്ളൊരു ആശയം പെട്ടെന്ന് വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിക്കാനും പറയാനും സാധ്യതയുണ്ട്. നമുക്കതിനെ കാത്തിരിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.